നമസ്കാര, ഞാൻ അനിൽകുമാർ പോറ്റി. എൻ്റെ യൂട്യൂബ് ചാനലാകുന്ന ശ്രീ പത്മനാഭ പൂജമഠം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഓരോരോ പുതിയ കാര്യങ്ങളാണ്. അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത പുതിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരും ഇത് കേൾക്കാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നോട് സഹകരിക്കുക. നമസ്കാര. നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ നല്ല ശകനങ്ങൾ ഏതാണെന്ന് ആദ്യം പറയാം. അധികം ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണിത്. ആന, കുതിര, കുട്ടിയോടുള്ള പശു, കഴുത, കരുത്തിൽ, ഓടക്കുഴനാദം, സംഗീത ശ്രവണം, പലതരം വാദ്യാഘോഷം, വേദധ്വനി, മംഗളശബ്ദം, മണിനാഥം, സൗന്ദര്യമുള്ള സ്ത്രീ, വേശ്യസ്ത്രീ, വെളുത്ത വസ്ത്രം, വെളുത്ത പുഷ്പം, വെളുത്ത കുറിക്കൂട്ട്, മദ്യം, പൂർണ്ണകുംഭം, പച്ചമാംസം, മത്സ്യം, രാജാവ്, പക്ഷി, വിളക്ക്, താമരപ്പൂവ്, വെഞ്ചാമരം, രത്നങ്ങൾ, ഇരട്ട ബ്രാഹ്മണൻ, തലക്കെട്ടുള്ള ഒറ്റ ശൂദ്രൻ, എരിയുന്ന തീയ്, ദമ്പതിമാർ, ദന്തം, പാല്, മുത്ത്, നല്ല വിദ്വാൻ, ആഭരണങ്ങൾ, മാൻ, പുസ്തകം, കയറിട്ട കാള, വണ്ട്, പ്രേതം എന്ന് പറഞ്ഞാൽ ശവം, മരിച്ച ആളുടെ ജഡം, മനസ്സിന് പ്രിയമുള്ള വാഹനം, സുമംഗല്, സുഗന്ധ ദ്രവ്യങ്ങൾ, ഭക്ഷ്യ കനികൾ, ദേവന്റെ എഴുന്നള്ളത്ത്, സൗഭാഗ്യ മനുഷ്യൻ, പല്ലക്ക്, വണ്ടി, നെയ്യ്, ചന്ദനം, കണ്ണാടി, തൈർക്കലം, അക്ഷതം, ശംഖുനാഥം, കരിമ്പ്, കറുക, മണ്ണ്, തേൻ, മധുരവും സ്നിഗ്ധവുമായ അന്നം മുതലായവ നമുക്ക് ശകനമായി വന്നാൽ, എതിരെ വന്നാൽ ശുഭപ്രദമാണ്. ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഇത് എതിരെ വന്നാൽ ശുഭപ്രദമാണ്. ഇനി നാം യാത്ര തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുശ്ശകനം കൂടെ പറയാം. ആതിരൻ, ജളൻ, കുരുടൻ, മൂകൻ, ബജ്രൻ, ഭ്രാന്തൻ, ഉപ്പ്, ചാമ്പൽ, മോര്, കഴുത, പഞ്ഞി, മരുന്ന്, ഇരുമ്പ്, തീക്കനൽ, ചേര, മഞ്ഞച്ചേര, കല്ല്, പത്മം, സർപ്പം, വിറക്, എണ്ണ, തുറപ്പ, മുറം, ദർഭ, പൂച്ച, വെളിപ്പൂവ്, പോത്ത്, വിധവ, കന്യാസ്ത്രീ, എള്ള്, ഒറ്റ ബ്രാഹ്മണൻ, കയറ്, നപുംസകൻ എന്ന് വെച്ചാൽ ആണും പെണ്ണും അല്ലാത്ത, ശിഖണ്ഡി എന്ന് പറയും, അംഗഹീനൻ, ഹിംസയ്ക്ക് ഉപയോഗിക്കുന്ന വല, ഛർദിക്കൽ, ദുർഗന്ധമായ സാധനം, കത്തി, ക്ഷുരകൻ, മലം, ദുർവാർത്ത, മാർജാര യുദ്ധം, പൂച്ചകൾ തമ്മിലുള്ള യുദ്ധം, അടി, കലഹം മുതലായവയും യാത്ര സമയം പുറകിൽ നിന്ന് യാത്ര സമയത്ത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുന്ന സമയത്ത് പുറകിൽ നിന്ന് വിളിക്കുകയും അല്ലെങ്കിൽ വരൂ, പോകൂ, നിൽക്കൂ, പോകരുത്, എവിടെ പോകുന്നു എന്നിത്യാദി സംഭാഷണങ്ങളും അശുഭ ലക്ഷണമാകുന്നു. നാം ശുഭയാത്രയ്ക്ക് തിരിക്കുമ്പോൾ ഉടൻ യാദൃശ്ചികമായി വലതുകാൽ തട്ടുന്നത് ഉത്തമവും ഇടതുകാൽ തട്ടുന്നത് തടസ്സമാകുന്നു. ഇടതുകാൽ തട്ടിക്കാണെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് പോകാതിരിക്കുന്നത് നല്ലത്. നാം വഴിയാത്ര പോകുന്ന അവസരങ്ങളിൽ ഒരു പൂച്ച ഇടത് ഭാഗത്തു നിന്നും വലത് ഭാഗം കുറുകെ കടന്നു പോകുന്നത് വളരെ ശുഭലക്ഷണവും വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗം കുറുകെ കടന്നു പോകുന്നത് അശുഭ ലക്ഷണമാകുന്നു. തമിഴിൽ ചൊല്ലുണ്ട്, ആന വലം കടിച്ചാലും പൂനവലം കടിക്കാതെ എന്നൊരു തമിഴ് ചൊല്ലുണ്ട്. നമസ്കാര. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമസ്കാര. എന്നോട് പൂർണ്ണമായി സഹകരിക്കുക. നമസ്കാര. അനിൽകുമാർ പോറ്റി, തിരുവനന്തപുരം.